ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നു. സോ നമുക്ക് എക്സാമൊക്കെ സ്റ്റാർട്ടായി. സോ ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റഡി ചെയ്യണ ഒരു വ്ളോഗൊക്കെ എടുക്കാമെന്ന്. പിന്നെ ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? ഇപ്പോൾ ഫസ്റ്റത്തെ എക്സാം നല്ലോണം എഴുതിയില്ല നിൽക്കുകയാണെങ്കിൽ ആരും സങ്കടപ്പെടാതിരിക്കുക, നമുക്ക് അടുത്തതിന് പിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം പഠിക്കുക. അടുത്ത എക്സാം നമുക്ക് ഇംഗ്ലീഷാണ്. സോ ഞാനിങ്ങനെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ സമ്മറിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കാമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സമ്മറിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം, അത്രേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ. ഞാൻ ആ യൂണിറ്റിൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന ഇടയ്ക്ക് തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പൈപ്പ് ക്ലീനർ വെച്ച് റോസസ് ഉണ്ടാക്കിയിരുന്നു. സോ ഞാൻ അത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റൂമിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ആ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു. അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 3 തീർത്തു. പിന്നെ ഇത് ഓൾറെഡി അറിയണ ചാപ്റ്റർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഭയങ്കര പഠിക്കാനൊന്നുമില്ല. ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതും ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പഠിക്കുന്ന ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്, അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. അത് പഠിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. അത് ഞാനിങ്ങനെ എന്തൊക്കെയോ വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കണ കണ്ടേനി. അത് എന്താണെന്ന് എനിക്കും അറിയില്ല ഇപ്പോൾ ആക്ച്വലി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അതിങ്ങനെ പഠിക്കുന്ന ഇടയിൽ ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ പെന്ന് താഴ്ത്തു പോയി. അതിൻ്റെ അടിയിൽ പോയാൽ എടുക്കാൻ ഭയങ്കര പണിയാണ്. സോ ഞാൻ അതിങ്ങനെ എടുക്കാറായി കഷ്ടപ്പെട്ട് എങ്ങനെ കൊടുത്തത് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി. അങ്ങനെ എൻ്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ ആ പെന്നിൻ്റെ കയ്യിൽ കെട്ടി. ഞാൻ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഒരു പോയം ഉണ്ട്, അതാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി രണ്ടാമത്തെ യൂണിറ്റും തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 യൂണിറ്റ് പഠിച്ചതിൻ്റെ അപ്രിസിയേഷനായി ഞാൻ എനിക്ക് തന്നെ ഒരു നോട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ നല്ല സ്മൂത്തായി എഴുതി തുടങ്ങിയെങ്കിലും എൻ്റെ ഭാഗ്യം എന്ന് പറയാലോ, ആ പെന്നിൻ്റെ മഷി തീർന്നു. ആക്ച്വലി അതിൽ മഷി ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടോ അത് ഇതാവണില്ല. അതിൽ ഞാൻ വേറെ ഒന്നെടുത്ത്. അങ്ങനെ എൻ്റെ ഭാഗ്യം എന്ന് പിന്നെയും പറയാലോ, അതും വർക്കായില്ല. പിന്നെ ഞാൻ വേറെ ഒന്നെടുത്ത്, അതും വർക്കായില്ല. ലാസ്റ്റ് അതിൽ തപ്പി ഒരു തേങ്ങയും കിട്ടാനില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എവിടുന്നോ തപ്പി പിടിച്ച് വേറൊരു ബ്ലാക്ക് പെൻ എടുത്ത്. പക്ഷേ അതും വർക്കായില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നിട്ട് അതിൻ്റെ മേലെ കൂടി അമർത്തി എഴുതി. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ള പെണ്ണുകൊണ്ട് തന്നെ എഴുതി. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്, തളരരുത് രാമൻകുട്ടി, തളരരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അപ്രിസിയേഷനാണ് വലുത്, ഏത് പെണ്ണുകൊണ്ട് നമ്മൾ എഴുതുന്നു എന്നുള്ളതല്ല. അങ്ങനെ എനിക്കെപ്പോൾ എന്ത് ചെയ്താലും കുറച്ച് ഫില്ല് ചെയ്ത് ഇങ്ങനെ നിൽക്കണം, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഞാൻ എൻ്റെ എല്ലായിടത്തും ഇങ്ങനെ ഫില്ല് ചെയ്ത് സ്റ്റാറൊക്കെ ഇട്ടെടുത്തു. ബിക്കോസ് ഐ എം എ സ്റ്റാർ. അങ്ങനെ സ്റ്റാറൊക്കെ ഇട്ടെടുത്തു. സോ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യുക, അതൊരു സമാധാനമുള്ള പരിപാടിയാണ്.
പിന്നെ അത് നമ്മളെപ്പോഴും ഇങ്ങനെ കാണണം, നമ്മൾ നല്ല അടിപൊളിയാണെന്ന്. അതിന് വേണ്ടി ഞാൻ അത് അവിടെ ഒട്ടിച്ച് വെച്ചു. പക്ഷേ എൻ്റെ ഭാഗ്യം കാരണം അത് അവിടെ ഒട്ടില്ല. ഞാൻ പിന്നെ അമർത്തി ഒട്ടിക്കാൻ നോക്കി, അപ്പോഴും ഒട്ടില്ല. ലാസ്റ്റ് ഞാൻ ടേപ്പ് എടുത്ത് ഒട്ടിക്കാൻ നിന്നപ്പോൾ അതങ്ങോട്ട് താഴത്ത് കണ്ട് വീണു. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാമല്ലോ. പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ 2 ഭാഗത്തും ടേപ്പ് ഒട്ടിച്ച് അത് അവിടെ ഒട്ടിച്ചങ്ങോട്ട് നിർത്തി. അങ്ങനെ അത് ഒട്ടിയ സന്തോഷത്തിലും 2 യൂണിറ്റ് റിവൈസ് ചെയ്ത സന്തോഷത്തിലും ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. So hello guys, and I'm done with 2 chapters. No. Hello guys, so I'm done with 2 units. Hello guys, so I'm done with 2 units now, and I have 3 more left. But I'll do that later, I guess. Maybe I'll finish 1 more unit. The 3rd unit, which is the Trumpets of Change. It has Another Day in Paradise, a song by Phil Collins, and what else? Oh, stuff at time. A Piece of Strength. I think there's 1 more chapter, but you can't do it for a lot. Oh, War by, I don't know how to pronounce his name, Luigi. But I'll do some grammar questions to it, because I'm in that study mood, and I don't want to ruin that. Studying too much video. I'll study this tomorrow. I'm confused what to do. So guys, how's life going? I mean, it's pretty hard. Okay, we will survive. Yeah. I wanted to show you guys my flowers. I made this all by myself. And I wanted to show this off because it looks so cute. Yeah. I'm proud. I'm so proud. And it's so cute. So I'm very proud. See, I'm getting distracted. So I have this little, yes, and it's my mom's. Yeah, so I'm putting all this in this, I don't know, what is it called? I don't know if it's a flower vase or something. Because it was not a flower vase. It was a table decor. That's my flowers. We had to get back in studying. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.